ഇന്ന് പ്രത്യേകിച്ചും എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നു എന്ന് പലരും അറിഞ്ഞപ്പോഴും തുടങ്ങിയപ്പോഴും പലരും എന്നോട് ചോദിച്ചതായ ഒരു കാര്യമുണ്ട്. നിങ്ങളപ്പോൾ ശുശ്രൂഷയെല്ലാം മതിയാക്കിയോ? ശുശ്രൂഷയെല്ലാം വിട്ടിട്ടാണോ? ശുശ്രൂഷയെല്ലാം വച്ച് മതിയാക്കിയോ? എന്നിട്ടാണോ അതിൽ എല്ലാം തികഞ്ഞിട്ടാണോ അതെല്ലാം മതിയാക്കിയിട്ടാണോ നിങ്ങൾ ഈ പുതിയ സ്റ്റെപ്പ് വച്ചിരിക്കുന്നതെന്നൊക്കെ പലരും എന്നോട് ചോദിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞാൻ ശുശ്രൂഷ മതിയാക്കിയിട്ടില്ല. എന്നാൽ കർത്താവ് എനിക്ക് തന്നതായ ഒരു താലന്താണ് ഫാഷൻ ഡിസൈനിങ് എന്നുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുഞ്ഞിലെ മുതലേ അതിനോട് പാഷനുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനായിട്ട് സ്റ്റെപ്പ് എടുത്തത്. അങ്ങനെ സ്റ്റെപ്പ് എടുത്തപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ വച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ബൈബിളിൽ ഉള്ള ഒരു പേര് തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എനിക്ക് വേണം, ആ പേര് എനിക്ക് തരണം എന്ന്. അങ്ങനെ ഞാൻ ദൈവവുമായിട്ട് വളരെ അധികം ആഗ്രഹിച്ചിട്ട് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ബൈബിളിലുള്ള പേരാണെങ്കിലും അത് തുണിയുമായിട്ട്, വസ്ത്രവുമായിട്ട്, നെയ്ത്തുമായിട്ട്, തയ്യലുമായിട്ട് ബന്ധമുള്ള ഒരു പേര് അങ്ങ് എനിക്ക് നൽകണമെന്ന്. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ ധ്യാനിച്ചു. അങ്ങനെ ഇരുന്ന് ഞാനൊന്ന് ജസ്റ്റ് മയങ്ങി. ആ സമയത്ത് ദൈവം എന്നോട് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം എടുത്ത് വായിക്കുവാനായിട്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ അത് എടുത്ത് വായിക്കുവാനിടയായി. ഞാൻ വായിക്കുവാൻ സാധാരണ യൂസ് ചെയ്യുന്നത് മലയാളവും ഇംഗ്ലീഷും ഒരുമിച്ചുള്ള വേദപുസ്തകമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അത് എടുത്ത് വായിച്ച് താഴേക്ക് വന്നപ്പോൾ 23-26 വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ ദൈവം തബീത എന്ന ഒരു ശിഷ്യയെക്കുറിച്ച് ദൈവം അവിടെ കാണിക്കുവാനിടയായി. തബീത എന്താണ് ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? അവൾ ഒരു സുവിശേഷ വേലക്കാരിയായിരുന്നു. എന്നാൽ അവൾ വസ്ത്രം നെയ്യുന്ന ഒരു ലേഡിയായിരുന്നു. അവൾ വസ്ത്രം നെയ്ത് ആ അനേകം പേർക്ക്, അനേകം പാവപ്പെട്ട വിധവകളെയും അനാഥരെയും ഒക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അത് മാത്രവുമല്ല, പത്രോസിൻ്റെ ഒരു ശിഷ്യയും കൂടെ ആയിരുന്നു. അങ്ങനെ അത് വായിക്കുവാനിടയായി. അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിച്ചപ്പോൾ അവിടെ ഡോക്കസ് എന്ന പേര് ഞാൻ കാണുവാനിടയായി. ആ ഡോക്കസ് എന്ന പേര് തബീത എന്ന നാം പറയുന്നതായ മലയാള വേദപുസ്തകത്തിൽ തബീത എന്ന് പറയുന്നതായ ആ ലേഡിയുടെ ഗ്രീക്ക് നെയിമാണ്, ഗ്രീക്ക് പദമാണ് ഡോക്കസ്. ആ വാക്കെന്നെ സ്പർശിക്കുകയും ഞാൻ അത് തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് ദൈവം തന്ന പേര് എന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം തന്ന ആ പേരാണ് ഈ കാണുന്ന ഡോക്കസ് എന്ന പേര്. ഞാനിവിടെ എൻ്റെ സ്ഥാപനത്തിന് ഇടുകയും ദൈവം എന്നെ ഈ ഒരു സ്ഥാപനം പണി കഴിപ്പിക്കുവാനായിട്ട് ദൈവം എനിക്ക് സാമ്പത്തിക വഴികൾ തുറന്നു തന്നു. നാം എപ്പോഴും ചിന്തിക്കേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, നമുക്ക് ആരുടെയും സപ്പോർട്ട് കാണത്തില്ല. പക്ഷേ നമുക്ക് വലിയവനായ ദൈവത്തിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ നാം മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മോട് പറഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ അതിന് ഇറങ്ങിത്തിരിച്ചാൽ ദൈവം അത് സക്സസ്സിലേക്ക് എത്തിക്കും. ദൈവം തന്നെയാണ് എനിക്ക് വഴികൾ തുറന്നു തന്നത്. പല വ്യക്തികളിലൂടെയും ദൈവം ഇടപെട്ട് എനിക്ക് സാമ്പത്തിക വഴികൾ ദൈവം തുറന്നു തരികയും എല്ലാം ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരി എനിക്ക് ഇവിടെ ചെയ്യുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. എന്നാൽ ഞാൻ ശുശ്രൂഷ മതിയാക്കിയിട്ടുണ്ടോ? ഇല്ല. ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സവും ഞാൻ ചെയ്യുന്നില്ല. ശുശ്രൂഷ ഏതെല്ലാം ദിവസങ്ങളിലാണോ ആലയത്തിൽ ആരാധനകളുണ്ടോ ആ ആരാധനകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ സുവിശേഷം ചെയ്യുന്നത് ഇന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഇത് കുറച്ചുകൂടെ സുവിശേഷത്തിനായിട്ട് കൂടുതലായിട്ട് പ്രയോജനപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ഒരു സുവിശേഷ വേലയ്ക്ക് വിളിച്ച ഒരു വ്യക്തി മറ്റൊരു ജോലി ചെയ്യാൻ പാടില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് നോക്കുകയാണെങ്കിലും പൗലോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. കൂടാരപ്പണികൾ ചെയ്താണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. അതുപോലെ ഈ തബീത എന്ന വ്യക്തി, അതായത് ഗ്രീക്കിൽ ഡോക്കസ് എന്ന് പറയുന്ന ആ വ്യക്തി, ഡോക്കസ് എന്ന ആ നാമത്തിലുള്ള ആ വ്യക്തി തച്ചുകൊടുത്ത് വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്ത് വസ്ത്രങ്ങൾ തുന്നി അവർ ഉപജീവനം കഴിക്കുകയും സുവിശേഷത്തിനായിട്ട് താൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ഒരു സ്ത്രീയാണ്. അവൾ സുവിശേഷം വേല ചെയ്തത് അവൾ വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തുകൊണ്ട്. അവൾ അതിലൂടെ അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ അവൾ ചെയ്യുവാനിടയായി. എനിക്ക് വലിയ ആഗ്രഹമുള്ള കാര്യമാണ് ചാരിറ്റി പ്രവർത്തനം. എൻ്റെ കുഞ്ഞിലെ തൊട്ടേ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ കുഞ്ഞിലെ തൊട്ടേ അനേകം പേർക്ക് ഒത്തിരിയും കാര്യങ്ങൾ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള വ്യക്തിയാണ്. അത് മറ്റാരോടും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല, മറ്റാരുടെയും അനുവാദം ചോദിക്കാറില്ല. മാനുഷികമായിട്ടുള്ള ഒരു വ്യക്തികളോടും അതിനോട് അനുവാദം ഞാൻ ചോദിക്കാറില്ല. ദൈവം എൻ്റെ മനസ്സിൽ ആരെ സഹായിക്കണം, ആരെ ഹെൽപ്പ് ചെയ്യണം, ആർക്ക് എന്ത് കൊടുക്കണം എന്നൊക്കെ ദൈവം എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നത് ഞാൻ ചെയ്യുവാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയും അതിന് സാമ്പത്തികം ആവശ്യമുണ്ട്. എനിക്ക് വലിയ വലിയ പല 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 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇനി ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ആഗ്രഹമുണ്ട്. അതിന് എൻ്റെ സെൽഫായിട്ടുള്ള സാമ്പത്തികം എനിക്ക് വേണം. അപ്പം അതിനു വേണ്ടി ദൈവം എനിക്ക് അനുകൂലമായി നിന്ന് ദൈവം എന്നോട് തുടങ്ങാൻ പറഞ്ഞ ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് ഞാൻ സുവിശേഷം നിർത്തി എന്നുള്ളതല്ല, സുവിശേഷ വേലയ്ക്ക് കുറച്ചുകൂടി അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സുവിശേഷം വിട്ടു എന്ന് ഷാജി ഷാലോ സുവിശേഷം വിട്ടു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഷാജി ഷാലോൻ്റെ വൈഫാണ് ഞാനെങ്കിൽ ഞാൻ അവസാനം വരെയും സുവിശേഷ വേലക്കാരി തന്നെയാണ്. ദൈവം കണ്ടത് സുവിശേഷ വേലയ്ക്ക് കണ്ടതുകൊണ്ട് തന്നെയാണ് ഷാജി ഷാലോമിനെ ഭാര്യയായി ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് സുവിശേഷ വേല എൻ്റെ മരണം വരെയും ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സുവിശേഷ വേല നമ്മുടെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടമുള്ള രീതികളിൽ എനിക്ക് ചെയ്യണമെങ്കിൽ, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. അതിനായിട്ട് എന്ത് വേണം? എൻ്റെ കയ്യിൽ സാമ്പത്തികമാണ്. അപ്പോൾ എൻ്റെ രീതിയിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ഉപയോഗിച്ച് എനിക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ അനുസരിച്ച് എനിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഹസ്ബൻഡിനെ അല്ലെങ്കിൽ മകനെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ആശ്രയിക്കുമ്പോൾ അതിന് പരിമിതികളുണ്ട്. നമുക്ക് ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പരിമിതികളും തടസ്സങ്ങളും കടന്നു വരും. പക്ഷേ നമ്മുടെ കയ്യിൽ സാമ്പത്തികമുണ്ടെങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ കടന്നു വരത്തില്ല. നമ്മുടെ ഇഷ്ടത്തിന് ദൈവം നമ്മോട് ഇടപെടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായി ദൈവം എന്നെ അനുഗ്രഹിച്ച് ദൈവം വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട് ഇരിക്കുന്നതാണ് ഇത്. ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് ദൈവം ചെയ്യാൻ പറഞ്ഞെങ്കിൽ അത് എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമായി നിന്ന് ദൈവം എനിക്ക് സക്സസ് ആക്കി, ദൈവം അനുഗ്രഹമാക്കി എനിക്ക് നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് ഞാൻ ദൈവം പറയുന്നത് ചെയ്യുന്നതിനനുസരിച്ച് ദൈവം എന്നെ മാനിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇതിന്മേൽ ഞാൻ അനുഭവിക്കാറുണ്ട്. ദൈവത്തിൻ്റെ കൃപ ഞാൻ വളരെയധികം അനുഭവിക്കാറുണ്ട്. ദൈവത്തിന് എപ്പോഴും ഞാൻ നന്ദിയുള്ളവളായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം എന്നെ ഈ രീതിയിൽ ദൈവം വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഡോക്കസ് എന്ന ഈ സ്ഥാപനം ദൈവം എനിക്ക് അനുഗ്രഹിച്ച് നൽകിയ എൻ്റെ ഒരു അനുഗ്രഹമാണ്. എനിക്ക് ദൈവം നൽകിയൊരു നന്മയാണ്. ആ നന്മയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, വളരെയധികം ഞാൻ തൃപ്തിപ്പെടുന്നു.